So what's up guys, welcome back to my channel. Kotta thenga. So guys, ഇപ്പം പറയുവാണെങ്കിൽ ബിഗ് ബോസ് സീസൺ 6 തുടങ്ങി ഏകദേശം കുറച്ച് നാളൊക്കെ കഴിഞ്ഞു. പക്ഷേ ബിഗ് ബോസ് സീസൺ 6 ചില കുഴപ്പങ്ങളുണ്ട്. ഇപ്പോൾ വൈൽഡ് കാർഡ് എൻട്രി വന്നാലും ബാക്കി നിൽക്കുന്ന കുറച്ച് പ്രശ്നമുണ്ട്. സോ ആ കാര്യങ്ങൾ പറയാൻ വന്നെയാണ് ഞാൻ. അപ്പം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടാതെ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഗൈസ്. സോ ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത്, ബിഗ് ബോസ് സീസൺ 5 അഖിൽമാരാറ് പഠിച്ചു. ആ സീസൺ കുഴപ്പമില്ലായിരുന്നു, നല്ല സീസൺ ആയിരുന്നു. ബിഗ് ബോസ് 4 അറിയില്ല മോനെ, ഞാൻ മറന്നു പോയടാ. പക്ഷെ ഒരു ബിഗ് ബോസിൽ, ഏതോ ബിഗ് ബോസിലാണെന്ന് ഞാൻ നോക്കട്ടെ. ബിഗ് ബോസ് 4 റോബിൻ്റെ അഴിഞ്ഞാട്ടമായിരുന്നു. പകുതി വെച്ച് ആ അഴിഞ്ഞാട്ടം ഒന്ന് നിന്നു. പിന്നെ പക്ഷെ റോബിന് നല്ല ഫാൻസ് ഉണ്ടായിരുന്നു. റോബിൻ അടിപൊളിയായിട്ട് കളിച്ചിരുന്ന ഒരു വ്യക്തിയാണ്, നന്നായിട്ട് കളിച്ച ഒരു വ്യക്തിയായിരുന്നു റോബിൻ. പക്ഷെ ആ റിയാസിനെ എന്തോ ചെയ്തെന്നെങ്ങാണ്ട് പറഞ്ഞാണ് റോബിനെ പുറത്താക്കിയത്. ബിഗ് ബോസ് സീസൺ 6 ഇപ്പം ഈ ടൈമിൽ എനിക്ക് തോന്നുന്നു ഒരു 4 പാർട്ടായിട്ടെങ്കിലും ആ സീസൺ തിരിക്കേണ്ടി വരും. ഒന്നെന്ന് പറയുന്നത് ഗബ്രി ജാസ്മിൻ, രണ്ടെന്ന് പറയുന്നത് ഒരു നല്ലൊരു പ്ലേ കളിക്കുന്നവർ, കുറച്ച് 4-5 പേര്, പിന്നെ ജിമ്മൻ ജിൻഡോ, പിന്നെ പറയുകയാണെങ്കിൽ പിന്നെന്തുവാ, പിന്നെ ഒരു കാര്യം മറന്നുപോയി, ജാൻമണി. അപ്പം ജാൻമണിയുടെ പവറും ഇത് 4 കൂടെ ചെയ്യുമ്പോൾ ബിഗ് ബോസ് കലക്കുന്നുണ്ട്. എന്നാലും ഇപ്രാവശ്യം ആരാണ് പോകുന്നതെന്നൊന്നും അറിയത്തില്ല. എന്തായാലും നല്ല ബിഗ് ബോസ് ആയിപ്പോയി ഇപ്രാവശ്യം. എനിക്ക് പറയാൻ എന്തുവാണെന്നാൽ, ഇതിന് മുമ്പിലത്തെയൊക്കെ ഇതിൽ എന്ന് വെച്ചാൽ ഇതിന് സീസൺ 5 അഖിൽമാരാറൊക്കെ ഉള്ള ടൈമിൽ ഞാൻ വോട്ടിംഗ് റിസൾട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴും നല്ല കുഴപ്പമില്ലാതെ നല്ല വോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വേറൊരു കാര്യം എനിക്കറിയാത്ത, യൂട്യൂബിൽ ഞാൻ അടിച്ചു നോക്കും ബിഗ് ബോസ് സീസൺ 6 വോട്ടിംഗ് റിസൾട്ട്. അപ്പം ഫേക്ക് റിസൾട്ട് ആണോ എന്ന് അറിയില്ല എനിക്ക്. ഞാൻ നോക്കുമ്പോൾ വരുന്നുണ്ട്, ലാസ്റ്റ് ഇരിക്കുന്ന ആള് കൂടുതൽ പേര് അവരൊക്കെ പോയിട്ടുമുണ്ട്. എന്നാലും അപ്പം ഇവർ എല്ലാവരും കൂടെ ചേരുമ്പോൾ എനിക്ക് ഇപ്പം പുറത്തു പോകാൻ ആഗ്രഹമുള്ള വെറും 3 പേരാണ് എനിക്ക് ആഗ്രഹം. ബിഗ് ബോസിൽ പുറത്തു പോകാൻ എനിക്ക് ആഗ്രഹമുള്ള 3 പേരെ എനിക്ക് ആ വീട്ടിലുള്ളൂ. ഒന്ന് ജാസ്മിൻ, ഗബ്രി, പിന്നെ വേറെ ആരാണ്, പിന്നെ വേറെ അവള് പേര് മറന്നുപോയി. പേരെന്തുവായിരുന്നു, റസ്മി. ഇവരെ 3 പേരെ പുറത്താക്കിയാൽ എനിക്ക് ഒന്ന് പറയുന്നത് ഗബ്രി. നമ്മുടെ ജിൻഡോ ചേട്ടനെ എന്ത് ചെയ്തു, എടാ പോടാ മണ്ട. അതൊരാൾക്കും ഒരു അധികാരമുള്ള കാര്യമല്ല. ഒരാളെ എങ്ങനെ അയാളോട് ഈ രീതിയിലൊക്കെ പെരുമാറുന്ന ഗബ്രി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ജാസ്മിൻ എപ്പോഴും മൂക്കളയും കൊലിച്ചുകൊണ്ട് നടക്കുവാണ്. ചായ വരെ മൂക്കള ഇട്ടിട്ട് എല്ലാവർക്കും കൊണ്ടുകൊടുക്കുന്ന സ്വഭാവം. കൂടാതെ അവരെന്തോ പറയുന്നത് പോലെ അവർക്ക് പോലും അറിയാത്ത ഒരു രീതിയാണ്. പിന്നെ വർഷത്തിൽ ഒരിക്കലൊക്കെ വിളിക്കത്തുള്ളതാണ് ബിഗ് ബോസ് പറയുന്നത്. പിന്നെ വേറെ റസ്മി പറയുന്ന കേട്ടതൊന്നും അദ്ദേഹം റസ്മിനാണ് ആ ബിഗ് ബോസ് ഭരിക്കുന്നതെന്നാണ്. ജിൻഡോടൊക്കെ തട്ടി കയറുന്നതൊക്കെ കാണണം. മിണ്ടാണ്ടിരിക്കണോ, എനിക്ക് ഒന്നും പറയാനില്ല. ഇവർ 3 പുറത്തായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ബിഗ് ബോസ് സീസൺ 5 പേര് അവസാന ഘട്ടത്തിൽ 5 പേര് നിലനിൽക്കും. ആ 5 പേര് എനിക്ക് പറയാനുള്ളതെന്ന് പറയുന്നത്, ഒന്ന് ജിൻഡോ നിലനിൽക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അവൻ പാവമാണ് കേസ്, അവന് പിടിച്ചു നിൽക്കാനൊരു പവറില്ല. പവർ ഉണ്ടെങ്കിലും അവന് സംസാരിച്ച് നിൽക്കാൻ പവറില്ല. എന്നാലും ആ വെൽ പ്ലേ.
പിന്നെ രണ്ടാമത് മുടിയൻ ഋഷി, അവനും നന്നായിട്ട് കളിക്കുന്നുണ്ട്. 3 ശ്രീതു നന്നായിട്ട് കളിക്കുന്നുണ്ട്. 4 എന്ന് പറയാൻ എനിക്ക് തോന്നുന്നത്, ഫോർത്തെന്ന് പറയാൻ സിബിൻ. അവൻ വലുകാരുണ്ട്, കയറിയുണ്ട്. ബിഗ് ബോസിൽ അത്യാവശ്യം മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നന്നായിട്ട് ബിഗ് ബോസിനെ നയിക്കാൻ അവനെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അവൻ നല്ലതായിട്ട് ഓരോരോ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് ഓരോ ടീമിനെ കറക്റ്റായിട്ട് അവരുടെ ടീം വെൽ പ്ലേ, അവരുടെ ടീം ജയിക്കാൻ വേണ്ടി മാത്രമാണ് സിബിൻ അവിടെ കൂടുതലും ഇത് കൊടുക്കുന്നത്. പിന്നെ നല്ല തമാശ ഒക്കെയാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, അപ്സരയും കുഴപ്പമില്ല. അപ്സരയെ വിട്ട് നിന്നാൽ കുഴപ്പമില്ല. ഇത്രയും പേരും വലിയ കുഴപ്പമില്ലാതെ കളിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അർജുനും കുഴപ്പമില്ല. ബാക്കി ഞാൻ എല്ലാവരും പേരൊക്കെ മറന്നുപോയി. ബാക്കി ചിലവരൊക്കെ ഒരു ബിഗ് ബോസ് കാണാൻ വേണ്ടി മാത്രമേ വന്നിട്ടുള്ളൂ. ബിഗ് ബോസ് വീട് കാണാൻ വന്നേക്കുകയാണ്. എസ്റ്റേറ്റ് ഒക്കെ മേടിക്കാൻ വരുന്ന പോലെ ബിഗ് ബോസ് കാണാൻ വന്നിട്ടുണ്ട്. അത്രേ ഉള്ളൂ സംഭവം. ബാക്കിയൊന്നും എനിക്ക് പ്രത്യേകിച്ച് പറയാനില്ല. എന്തായാലും ബാക്കി നടക്കട്ടെ. അപ്പം ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇനിയും ചെയ്യണമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പം മച്ചാമാരെ, കൊട്ടത്തേങ്ങ എന്നുള്ള ചാനലിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അയ്യോ, അപ്പം നിങ്ങളെന്തായാലും ഈ ചാനൽ എന്ത് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.